ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൂകാംബികയിൽ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട തലയിൽ ഇതൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് ഓരോ തണുത്തിട്ട് കണ്ട. നമ്മളപ്പോൾ ഇന്ന് കുട്ടജാദ്രിയിലേക്കുള്ള യാത്രയാണ്. രാവിലെ നമ്മൾ 5 സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് ഒരു 7 പേരുണ്ട് ടോട്ടൽ. ജീപ്പിലാണ് പോകുന്നത്. ഒരു ഫുൾ ജീപ്പായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ബാക്കി ഈ പോണ വഴികളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ. യാത്ര കഴിക്കില്ലേ? ഹായ്, അങ്ങനെ ഞങ്ങൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. കുട്ടജാദ്രിയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ നമ്മൾ നടന്ന് കയറണം. അപ്പോൾ ഞങ്ങൾ നടന്ന് കയറാനുള്ള പരിപാടി. നല്ല കോടമഞ്ഞുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു 4000-5000 അടി ഹൈറ്റിലാണ്. ബാക്കി പിന്നെ നമ്മൾ കയറും. ഇനിയിപ്പോൾ നല്ല രസമുണ്ട്, നല്ല അടിപൊളി. ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഇറങ്ങി അവിടുന്ന്. ഇപ്പോൾ നമ്മളൊരു 7:30 ആയപ്പോൾ എത്തി. നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിത്രമൂല പോകാൻ നോക്കുന്നുണ്ട്. ബാക്കി നമുക്ക് പോണ വഴി നോക്കാം. ഓക്കെ. ഓക്കെ, ഇപ്പോൾ മുകളിലേക്ക് കയറാൻ തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ 4000 അടി ഫീറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ഇനി ഒരു 1.5 കിലോമീറ്റർ മുകളിലേക്ക് വീണ്ടും നടക്കുകയാണ്. നല്ല രസമുണ്ട്, നല്ല മഞ്ഞാണ്. ഡിസംബർ നല്ല മഞ്ഞാണ്. അതേ പുറകിൽ നമ്മുടെ ബാക്കിയുള്ള ആളുകൾ വരുന്നുണ്ട്. കമ്പൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ. പതുക്കെ ഹലോ ഹലോ ആ ചന്ദ്രനുണ്ട്. ആ അടിയിലോക്ക് കോടമഞ്ഞ് പോകുമ്പോൾ കാണാപ്പോ മുഖം മുറിച്ച് പിടിക്കുക. അല്ലേ ചന്ദ്രനാണ് സൂര്യനാണത്? ആ മുകളിലുണ്ട്. അങ്ങോട്ട് പോയില്ലേ? ആ കുറച്ചങ്ങോട്ട് ഒരുപാട് അടുത്തേക്ക് വേണ്ടോ? നടക്ക് വെക്കടാ. അത് പാത്രത്തിലൊക്കെ ഇടിയിൽ പാത്രമല്ല അത്. തൊട്ടില്ലോ ഒഴിച്ചതെയാ? ഫുഡ് ടേസ്റ്റാ? നല്ല ടേസ്റ്റ് ഉണ്ടോ? വിശപ്പുണ്ടല്ലോ.
ആൺകുട്ടികൾ പാവപ്പെട്ട കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ച് വയർ പെട്ടെന്ന് നിറഞ്ഞു. പക്ഷെ ബാക്കിയുള്ള പെൺകുട്ടികൾ ഇപ്പോഴും ഫ്യൂവൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ കണ്ട 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 കഴിക്കണ്ട ഒരു ക്ഷീണമില്ല. ക്ഷീണില്ലാണ്ട് കഴിക്കണ്ട. വരുമ്പോ നമ്മുടെ എല്ലാവരും നമ്മുടെ ഒക്കെ തരും. കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ വെക്കേഷനാണല്ലോ, അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കുറേ പേര് പകുതി വരെ വന്നിട്ട് തിരിച്ചു പോയിട്ട് നടക്കാൻ പറ്റാണ്ട്, കുറേ പേര് വീഴുന്നുണ്ട്. നേരത്തെ കാലുമുട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് വർത്തമാനം പറയാനില്ല. ബാക്കി നമുക്ക് പോണ വഴി നോക്കാം. ഓക്കെ, എനിക്ക് വർത്തമാനം പറയാൻ പറ്റും. എങ്ങനെയുണ്ട് അനുഭവം ഇവിടെ വന്നിട്ട്? പകുതി വരെ കയറിപ്പിക്കും, സൂപ്പറായി. ഇനി അവിടുന്ന് കയറുമ്പോ എങ്ങനെ വരികയെന്ന് നമുക്ക് അറിയണില്ല. പൂവുണ്ട്, ഏതായാലും തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ട്. നൂട്ടം പറഞ്ഞു നിങ്ങൾ പോയിട്ട് വരൂ, ഒരാൾ സമ്മതിക്കണില്ല. അപ്പൊ ഞാൻ കൂടി പോവാണ്. എന്റെ ദയനീയാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി. നമ്മളിപ്പോൾ കയറി ഏകദേശം ഒരു 75% കയറി കഴിഞ്ഞു. ഇനി നമുക്ക് ഗണപതി ഗുഹ എന്നിട്ടുണ്ട്, അവിടെ പോയി നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ കയറേണ്ട ഇടയിൽ ഗണപതി ഗുഹ എന്നിട്ടൊരു ഇതുണ്ട്. അവിടെ ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട്. അവിടെ നമുക്ക് ഭസ്മം പ്രസാദമൊക്കെ ഇരിക്കുന്നുണ്ട്. ശരിക്കും ഈ ഗുഹയുടെ ഉള്ളിൽ കൂടെ ഒരു ചെറിയൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞു, കുറച്ച് ദൂരം. പക്ഷെ നമ്മൾ പോണില്ല. പിന്നെ ഇപ്പം തന്നെ നമുക്ക് നല്ല കിടപ്പായി. ഇനിയും കയറാനുണ്ട് മുകളിലേക്ക്. അപ്പോൾ ഇവിടെ തൊഴുതിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോണത്. അത് ശങ്കരാചാര്യ പ്രതിഷ്ഠിച്ചാണ് നമ്മുടെ. നമ്മളങ്ങനെ സർവജ്ഞപീഠത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയ മതംഗ മതാപഹാരം വാരാണസി പുരപതി ഭജ വിശ്വനാഥം. ഞങ്ങളിപ്പോൾ ചിത്രമൂലയിലേക്ക് ഇറങ്ങാൻ പോവാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴികളാണ്. അപ്പോൾ നമ്മൾ പോണ വഴികൾ ഷൂട്ട് ചെയ്യാം. ഈ ഇവിടം വരെ ഉള്ളൂ ആകെ ഇത്. പിന്നെ സാധാരണ ചെറുതാണ്. ഇത്തിരി ബുദ്ധിമുട്ടാണ് ചിത്രമൂലയിലേക്കുള്ള വഴി. ഞങ്ങളിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അഡ്വഞ്ചറസ് ട്രക്കിംഗ് ട്രിപ്പാണിത്. ഇന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് വന്നപ്പോൾ ചിത്രമൂലയിലേക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ എന്തായാലും കുറച്ച് 9:00 എത്താമെന്നാണ് ജീപ്പിൻ്റെ ഡ്രൈവർ പറഞ്ഞേക്കണേ. പക്ഷേ നമ്മളെന്തായാലും കുറച്ച് റിസ്ക് എടുത്തിട്ട് പോവാണ്. പക്ഷേ ഞങ്ങൾ വരണം കേട്ടോ, അടിപൊളിയാണ്. കുറച്ച് ഇറങ്ങുന്ന സ്ഥലത്ത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, ബാക്കി അടിപൊളിയാണ്. കണ്ടില്ലേ ബാക്ക് സൈഡ്
നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ആ സൈഡിലേക്ക് പോയി ഇടയിൽ കൂടെ സൈഡിലോട്ടൊരു വഴിയുണ്ട്, ഒരു ചെറിയ സ്റ്റീപ്പായിട്ട്. ചിത്രമൂലയിലേക്ക് ഇറങ്ങണൊക്കെ. ചിത്രമൂലയിലേക്കുള്ള വഴിയാണ് ഇത് തോന്നുന്നു. പോയി നോക്കാം. അപ്പോൾ ഇത് തന്നെയാണെന്ന് കൺഫേം ചെയ്തു നമ്മുടെ വഴി. ചിത്രം പുലിയൊക്കെ ഉണ്ടാവട്ടാ. പേടിപ്പിക്കി, നൈസായിട്ട് പേടിപ്പിക്കി. അതെ, അങ്ങോട്ട് പോകണ്ട കേട്ടോ. നല്ല കാടാണ്, അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിത്രമൂലയിലേക്കാണ് പോണത്. ഇത് ഇങ്ങോട്ട് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്രാവശ്യം കാരണം 108 മണികളിൽ എൻ്റെ വീട്ടിലുണ്ടായ രുദ്രാക്ഷ മരത്തിൽ നിന്ന് പൊട്ടിച്ച രുദ്രാക്ഷങ്ങൾ അവിടെ ഒരു ശിവലിംഗമുണ്ട്. ആ ശിവലിംഗത്തിൽ കൊണ്ട് ചാർത്താൻ വേണ്ടിയിട്ടാണ്. മുള്ളുണ്ട് കേട്ടോ, നോക്കിയെടുക്കുക, സൈഡിൽ പിടിക്കല്ലേ. അപ്പോൾ ആ ശിവലിംഗത്തിൽ കൊണ്ടുപോയി ചാർത്താനായിട്ട് കണ്ടോ. വഴിയുണ്ട്, എല്ലാം സ്റ്റീപ്പായിട്ടുള്ള വഴികളാണ് കണ്ടോ. ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് താഴത്തേക്ക് പോകണം. കുത്തനെയുള്ള വഴികളാണ്. പതുക്കെ വേണം ഇറങ്ങാനായിട്ട്, കാല് സ്ലിപ്പാവും. ഈ വഴിക്കനെ വഴിക്കണ്ട. കഴിഞ്ഞു, കുറച്ചേ ഉള്ളൂ. പതുക്കെ വന്നാട്ടാ, സ്ലിപ്പാവും. ഞങ്ങളിപ്പോൾ 6000 അടി മുകളിലായിട്ടാണ് നിൽക്കണേ. ചിത്രമൂലയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നിന്നേ പറ്റുള്ളൂ, കാരണം നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. അപ്പോൾ പിടിച്ച് ഇരുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പം യെസ്, മറ്റുള്ള പോയിണ്ടല്ലോ. നല്ല കാടിൻ്റെ നല്ല സ്ഥലത്താണ് പോയി നിൽക്കുന്നത്. സെൻറ്ററിലാണ്, മലയുടെ ഇടയിൽ. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയ മതംഗ മതാപഹാരം വാരാണസി പുരപതി ഭജ വിശ്വനാഥം. വാചാമഗോചരമനേക ഗുണസ്വരൂപം വാഗീശ വിഷ്ണു സുരസേവിത പാദപീഠം വാമേന വിഗ്രഹവരേണ കളത്രവല്ലം വാരാണസി പുരപതി ഭജ വിശ്വനാഥം. ഭൂതാധിപം ഭുജഗഭൂഷണഭൂഷിതാംഗം വ്യാഘ്രാജിനം ദുരിതരം ജടിലം ത്രിനേത്രം പാശാങ്കുശാം ഭയപ്രഭാം ശൂലപാണിം വാരാണസി പുരപതി ഭജ വിശ്വനാഥം. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയ മതംഗ മതാപഹാരം വാരാണസി പുരപതി ഭജ വിശ്വനാഥം. വാരാണസി പുരപതി ഭജ വിശ്വനാഥം.
ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയ മതംഗ മതാപഹാരം വാരാണസി പുരപതി ഭജ വിശ്വനാഥം വാചാമഗോചരമനേക ഗുണസ്വരൂപം വാഗീശ വിഷ്ണു സുരസേവിത പാദപീഠം വാമേന വിഗ്രഹവരേണ കളത്രവല്ലം വാരാണസി പുരപതി ഭജ വിശ്വനാഥം ഭൂതാധിപം ഭുജഗഭൂഷണഭൂഷിതാംഗം കെട്ടിയ 108 മണികളുള്ള രുദ്രാക്ഷമാല ഞങ്ങൾ ശിവലിംഗത്തിൽ ചാർത്തി പ്രാർത്ഥിച്ചു. അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ ഉണ്ട്, അത് കുടിച്ചു. അതുകൊണ്ട് മുഖം കഴിയാൻ നമ്മൾ ഈ ഇറങ്ങി വന്ന ക്ഷീണമൊക്കെ അവിടെ നിന്ന് തന്നെ മാറും. കുറേ അങ്ങനെ എല്ലാവരും വരുന്നില്ല, വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. വഴുക്കല്ലേ മുഖം കഴിയാതെ അതായാലും വെച്ചോ. തീർത്ഥം ഓ ആ കയറ് പിടിച്ചോട്ടെ, കയറിൽ പിടിക്കണേ. കയറുണ്ട്. അതെ, അവിടെ നിന്ന് വരുമ്പോ ഒരു ചെറിയ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ടാർഗറ്റിലെത്താൻ ഓക്കെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ടോട്ടൽ 7 പേരുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ 5 പേരുള്ളൂ. 2 പേര് തോറ്റ് പിൻവാങ്ങി വടങ്ങി പകുതി വഴി വെച്ചിട്ട് നടക്കാൻ പറ്റാണ്ട് ഇറങ്ങി തിരിച്ചു കയറി അവിടെ ഇരിക്കാൻ ഹോൾട്ടായിട്ട്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ വളരെ ക്ലിയർ ആയിരുന്നു ഇവിടെ എത്തണം എന്നുള്ളത്. അതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു വരുന്ന വഴികൾ. എന്നിരുന്നാൽ പോലും ഞങ്ങളിവിടെ എത്തി. ഇത്തിരി നമുക്ക് ആ ഉള്ളിലൊരു ടീം സ്പിരിറ്റും ആ ഒരു തീ ഉണ്ടെങ്കിൽ, അതായത് ശിവലിംഗത്തിൽ വന്ന് മാലയിടണം എന്നുള്ള തീ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ എത്തി, എല്ലാവരും എത്തി, തൊഴുതു. അങ്ങനെ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരില്ലെന്ന് വിചാരിച്ചു, പക്ഷെ ആള് നല്ല സ്പോർട്സ്മാനാണ്. ബാക്കി എല്ലാവരും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർത്തിയാകും. അതെ ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ബാക്കി പേര് നമ്മൾ ബാക്കിയുള്ള കാലം പിന്നീട് പറയാം. പോരാട്ടത്തില്ലേ, ഞാൻ ഇത് റെഡിക്ക് വീഡിയോ എടുക്കണം കേട്ടോ. പട്ടാളത്തിലേക്ക് കയറാനുള്ള എല്ലാം അത് കാണ്ടുണ്ട്. നന്നായി അത് റെഡി. അടുത്തൊരു സംഭവം തിരിഞ്ഞിറങ്ങി കയറിൽ പിടിച്ചില്ലേ ഇവരെ പോലത്തെ സഹായം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. അത് മറ്റൊരു ആളുണ്ടായിരുന്നു, പതിവേക്ക് പോയില്ലേ. നമ്മുടെ തൃശ്ശൂർ പൂരം. അങ്ങനെ ഞങ്ങൾ ചിത്രമൂലയിൽ നിന്ന് തിരിച്ച് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് 2 പേര് ഇടയിൽ ഇരിക്കുന്നുണ്ട്. അവരെയും പൊക്കിട്ടാണ് ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട്. ഇനി വീണ്ടും സർവജ്ഞപീഠത്തിൻ്റെ അവിടെ എത്തി, അവിടെ നിന്ന് ഇറങ്ങി പഴയ വഴികളിലൂടെ ജീപ്പിലെത്തി അവിടെ 4 വീലിൽ നമ്മൾ വീണ്ടും മലയുടെ മുകളിലൂടെ ചാടി ഇറങ്ങാൻ പോകണം. ബൈ. പറയൂ. ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പാണ്. ഞങ്ങൾ ഇതുപോലെ വിചാരിച്ചില്ല. അത് എവിടെയാണ് എത്തിയെന്ന് തന്നെ നമുക്കൊരു ഇതായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോഴും വന്നതിനും ഭയങ്കര സന്തോഷമാണ്. ഇനി എല്ലാവരും വിളിച്ച് കാണിക്കാൻ ഇടയ്ക്ക് ആദ്യം വരെ തയ്യാറാണെങ്കിൽ കുറച്ച് ടൈറ്റ് പാക്കിംഗ് ആണ്. എന്തായാലും നമ്മൾ വിജയിച്ചിരിക്കുന്നു. കേറി പോയിട്ടും കാര്യമില്ല, ഒന്നിനുമില്ല. പുള്ളി എന്തായാലും ഇതിലേത് മല വേണം? ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നാഗതീർത്ഥത്തിലാണ് നിൽക്കുന്നത്. അവിടെ ഒരു നാഗം കണ്ടോ, ഒരു പാമ്പിനെ കണ്ടോ ഇവിടെ? ഇത് നല്ല അടിപൊളി വെള്ളം കേട്ടോ. അത് കണ്ട ഒരു പാമ്പിങ്ങനെ ഇരിക്കണുണ്ടോ, നമ്മളെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ് കണ്ടോ. ഈ തീർത്ഥം മുകളിൽ നിന്ന് കണ്ടോ വരുന്നതാണ്. ഇത് നിറച്ച് മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മുഖം കഴുകി കഴിഞ്ഞാൽ നല്ല ഉഷാറാവും ഈ വെള്ളത്തിൽ, നാഗതീർത്ഥത്തിൽ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഫിനിഷിംഗ് പോയിന്റ്
ആ ചെയ്തതിന്റെ ഫിനിഷ് ഇറങ്ങി വരണ് മോനാണ്